ജോയിൻ ചെയ്യുന്നുള്ളൂ. പുള്ളി ഒരു യാത്ര കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ടുള്ളൂ. ഒറ്റ മിനിറ്റ് കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. +2 സൈക്കോളജി പഠിച്ചവർ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയാൽ നന്നാവും. +2 സൈക്കോളജി പഠിച്ചവർ അല്ലെങ്കിൽ സൈക്കോളജിന് മുമ്പ് ഡിഗ്രി ആയിട്ട് പഠിച്ചവരുണ്ടോ? ഒരാളുണ്ട് അല്ലേ? ഓക്കെ. നസ്ല TH. സൈക്കോളജി ഡിഗ്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സായിട്ട് ചെയ്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ അസൈൻമെന്റുകൾ ക്വസ്റ്റ്യൻ ഒന്നേ വന്നിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? എൻവയോൺമെന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. സോറി, എൻവയോൺമെന്റ് അസൈൻമെന്റ് എഴുതി തുടങ്ങിയിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല സാറേ, ഒരു എക്സാമ്പിൾ ആയിട്ട് ഫോർമാറ്റിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. ഇതിപ്പോ ഒന്നും അറിയില്ലല്ലോ. അല്ല, കുഴപ്പമില്ല. ഞാൻ PG സൈക്കോളജി ചെയ്താണ്. അതുകൊണ്ട് എനിക്ക് അസൈൻമെന്റ് കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ പ്ലാറ്റ്ഫോമിലായിട്ട് എല്ലാ ഗൈഡൻസും നൽകും. പക്ഷേ നമ്മുടെ RC, അതായത് സെന്ററിൽ നിന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ചെയ്യാണ് ഞാൻ കേട്ടോ. വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്റെ ഗൈഡൻസ് പറയാൻ പറ്റും. അല്ലാതെ സെന്ററിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി സെന്റർ JDT ആണല്ലോ. JDTയിലെ മാം ഉണ്ടായിരിക്കും. അവർ പറയുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാവുന്ന ബാക്ക് എൻഡിൽ അതിന്റെ പ്രിപ്പറേഷൻ നടത്തുക. അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിയ സ്ഥിതിയിൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം എടുക്കുക. ആ ചോദ്യം എടുത്തിട്ട് ChatGPTയിൽ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് 400 വേർഡ്സോ 500 വേർഡ്സൊക്കെ എസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടാകുക അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് 400 വേർഡുള്ള ഒരു എസ് ഒന്ന് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരും. അപ്പോൾ അത് കുറച്ച് സ്റ്റാൻഡേർഡും കുറച്ച് ടഫ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? പ്ലീസ് പ്രൊവൈഡ് മീ എൻ എസ് ഓഫ് 400 വേർഡ്സ് ഇൻ എ സിമ്പിൾ, ഒരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിംപ്ലിഫൈഡ് തരും. അതല്ലെങ്കിൽ ഇങ്ങനെ സ്പെസിഫിക് ആയി പറഞ്ഞാൽ മതി. എന്ത്? പ്ലീസ് ഗീവ് മീ എൻ എസ് ഓൺ ദിസ് ആസ് പെർ ദി ഇഗ്നോ മെറ്റീരിയൽ. എന്താ മെറ്റീരിയലിന്റെ പേര് കൊടുക്കുക? ഏതാണോ BE 181 ഓഫ് 400 വേർഡ്സ് അല്ലെങ്കിൽ 500 വേർഡ്സ് ഇൻ എ വേ ദാറ്റ് ഇറ്റ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ആസ് എൻ മാൻ മെയ്ഡ് ഓർ കോപ്പീഡ്. ആ രീതിയിലൊക്കെ എന്താണോ പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് സാധനം തരും. അത് എടുത്ത് എഴുതണം എന്നല്ല പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് കിട്ടും എന്താണ് എഴുതേണ്ടതെന്നുള്ളത്. മനസ്സിലായോ? പിന്നെ മാത്രമല്ല അപ്പൊ ഇപ്പൊ ഈ 10ാം ക്ലാസ്സും +2 നമ്മൾ കുറെ അസൈൻമെന്റും പ്രൊജക്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ പിന്നെ ഡിഗ്രി ലെവൽ എത്തുമ്പോ അത് എന്തായാലും വ്യത്യസ്തത ഉണ്ടാവുമല്ലോ. അതെ, JDTയുടെ നിർദ്ദേശം കിട്ടിയ ശേഷം എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിലത്ര പേടിക്കാനില്ല. നിങ്ങൾ എക്സാം ഏതൊക്കെയാണോ എഴുതാൻ തീരുമാനിച്ചത്, ഇപ്പൊ നിങ്ങൾ 8 പേപ്പർ എഴുതാൻ കരുതിയിട്ടുണ്ടോ? 8-9 പേപ്പർ ഉണ്ടല്ലോ, അത് മുഴുവൻ എഴുതാൻ കരുതിയിട്ടുണ്ടോ? അറിയില്ല. നിങ്ങളെ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ മിക്കവാറും ഇൻസ്ട്രക്ഷൻ ജനുവരി 10ന്റെ ഉള്ളിലൊക്കെ ആയിട്ട് കിട്ടുമായിരിക്കും, ഗൈഡൻസ് കിട്ടുമായിരിക്കും. നിങ്ങളെ ഗ്രൂപ്പിലെ ലീഡറോടും ചോദിച്ചാൽ അത് എന്താണ് പറയുന്നത്. അതിനുശേഷം എന്താണോ ഗൈഡൻസ് കിട്ടണമെങ്കിൽ അതിന് ശേഷം നിങ്ങൾ നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു ഓറിയന്റേഷൻ തരാം. ഇപ്പൊ ഞാൻ തന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ ഞാൻ പറയുന്ന ഒന്നും അവിടുന്ന് പറയുന്ന വേറെ ഒന്നും ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാരണം നിങ്ങൾ അറ്റ് ദ എൻഡ് ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലെ ഇൻസ്ട്രക്ഷൻ ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ എല്ലാവരും നമ്മുടെ JDT സ്റ്റഡി സെന്റർ ആയിരിക്കും. കൊച്ചിയൊന്നും ഇല്ലല്ലോ ആരും? കൊച്ചിക്കാരോ അല്ലെ ട്രിവാൻഡ്രക്കാരോ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ വടകര റീജിയണൽ സെന്റർ ആണ്, RC എന്ന് പറയും. നിങ്ങളുടെ സ്റ്റഡി സെന്റർ JDT ആണ്. നിങ്ങൾ എക്സാം എഴുതുന്നത് JDTയുടെയും വടകരയുടെയും ഉള്ളിലുള്ള കുറച്ച് ചുറ്റുഭാഗത്തുള്ള കുറച്ച് സ്കൂളായിരിക്കും. അത് 4 മാസം കഴിഞ്ഞ് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇതിനെ കുറിച്ച് ആലോചിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ അസൈൻമെന്റ് ചെയ്ത് അത്ര ടെൻഷൻ അടിക്കണ്ട. പക്ഷെ ടൈമിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠനമൊക്കെ ടഫായി പോകും. അപ്പൊ നിങ്ങൾ ഏതായാലും ഇവിടുന്ന് ടീച്ചറുടെ നിർദ്ദേശം, ഗൈഡൻസ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. എന്നിട്ട് വേണമെങ്കിൽ 1-2 ഇതിന്റെ വേണമെങ്കിൽ ഞാൻ തന്നെ ഓറിയന്റേഷൻ ചെയ്തുതരാം, അതിന്റെ ഹെൽപ്പ് ചെയ്തുതരാം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ തന്നെ എഴുതണമെന്നില്ല, വേറെ ആരെ കൊണ്ട് എഴുതിയാൽ മതി. പക്ഷേ അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ തന്നെ എഴുതുമ്പോഴാണ് നമുക്കത് എക്സാമിന് ഹെൽപ്ഫുൾ ആകുള്ളൂ. മാത്രമല്ല ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകുള്ളൂ. അപ്പൊ മെറ്റീരിയൽ വായിച്ചിട്ട് എഴുതാം, അതല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് എഴുതാം. ChatGPT, പെർപ്ലക്സിറ്റി അല്ലെങ്കിൽ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ അടിച്ചിട്ട് ഇത് കിട്ടുന്ന അത് അതേമാതിരി കോപ്പി അടിക്കല വേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റുകൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് നിങ്ങൾ ഈ മെറ്റീരിയലൊക്കെ അനുസരിച്ച് എഴുതാണ് വേണ്ടത്. മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ അടിച്ചു കഴിഞ്ഞാൽ, ഇത് അടിച്ചു കഴിഞ്ഞാൽ, അസൈൻമെന്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അസൈൻമെന്റ് വിതരണം ചെയ്യുന്ന പൈസ കൊടുക്കുന്നവരുണ്ടാവും. അതും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ അതൊന്നും അത്ര നല്ലതല്ല, എത്തിക്കലി ശരിയില്ല. മാത്രമല്ല നമുക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് ഒരു വിവരം ഇല്ലാതെ പോകേണ്ടി വരും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഉള്ള സമയമൊക്കെ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യലാണ്. അതിന് വേണ്ട പൊടിക്കൈകളൊക്കെ വേണമെങ്കിൽ സാമ്പിളൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ, ഞങ്ങൾ മെയിൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലിട്ടിട്ടുണ്ട് കേട്ടോ.
ഓരോ പേപ്പറിന്റെയും ഒരു മോഡൽ അസൈൻമെന്റ് ഞാൻ തരുന്നുണ്ട്. ഞാൻ JDT ഇൻസ്ട്രക്ഷൻ ഗൈഡൻസ് കാത്തിരിക്കുകയാണ്. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒന്നും അവർ പറയുന്ന വേറൊന്നും ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പൊതുവെ JDT A4 പേപ്പറിലാണ് എഴുതേണ്ടത്. അത് തന്നെ റൂൾഡ് അല്ലാത്ത പ്ലെയിൻ പേപ്പറിലാണ് എഴുതേണ്ടത്. എഴുതുന്ന സമയത്ത് ലെഫ്റ്റിലും റൈറ്റിലും അടിയിലും മേലെയും കുറച്ച് സ്പേസ് വിടാനുണ്ട്. അത് എഴുതി കഴിഞ്ഞ ശേഷം പിന്നെ അത് തുന്നിക്കെട്ടേണ്ട രീതിയിൽ പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഫോളോ ചെയ്യുമ്പോഴാണ് ഇവാലുവേഷൻ സമയത്തൊക്കെ ആ ഒരു റിഫ്ലക്ട് ചെയ്യുള്ളൂ. പിന്നെ പേന ഒരേ പേന തന്നെ ആകണം നല്ലത്. ഹാൻഡ് റൈറ്റിംഗ് തന്നെ ആയിരിക്കണം. ഈ ടൈപ്പ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ പറ്റില്ല. ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കണം. പൊതുവായ നിർദ്ദേശങ്ങൾ ഞാൻ പറയുന്നത്. പിന്നെ ഒന്നാമത്തെ SL 500 വേർഡ് എന്ന് പറഞ്ഞാൽ 5 പേജ് എഴുതേണ്ടേ ഉള്ളൂ. അതിലപ്പുറം എഴുതി കഴിഞ്ഞാൽ എനിക്ക് സമയം ഉണ്ടാവില്ല. എത്ര വേർഡ്സ് പ്രത്യേകം നോക്കണം. ഓരോ ചോദ്യം ഓരോ പാറ്റേൺ ഉണ്ട്. അപ്പൊ പാറ്റേൺ ശ്രദ്ധിക്കണം. 400 വേർഡ്സ് ആണെങ്കിൽ അങ്ങനെ, 500 വേർഡ്സ് ആണെങ്കിൽ അങ്ങനെ. ചിലപ്പോൾ 2 ഭാഗം ഉണ്ടാവും, പാർട്ടി A പാർട്ടി B. ചില ചോദ്യങ്ങളിൽ പാർട്ടി A പാർട്ടി B പാർട്ടി C ഉണ്ടാവും. അപ്പോൾ ഓരോന്നിലും എത്ര മാർക്കിനാണ്, എത്ര വേർഡ്സ് ആണ് അല്ലെങ്കിൽ എത്ര പേജ് ആണ് നോക്കണം. ആ രീതിയിലാണ് എഴുതേണ്ടത്. എഴുതിയിട്ട് കൃത്യമായിട്ട് അതെങ്ങനെയാണ് JDT സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശം അവിടുന്ന് തരും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഗ്രൂപ്പിലുള്ള പേയ്മെന്റ് ചെയ്ത് ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ ഇതിന് വേണ്ട ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എഴുതി തരില്ല. എഴുതി തരാൻ അസൈൻമെന്റ് ആസിറ്റീസ് തരില്ല. ഞാനൊരു മോഡൽ തരും. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താതിരിക്കാം. പക്ഷെ അതേ രൂപത്തിൽ നിങ്ങൾ സ്വന്തമായി ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ഉണ്ടാകുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ചെയ്യാം. ഓക്കെ, പിന്നെ അനസാർ ജോയിൻ ചെയ്തോ? സാർ അനസാർ ഒരു മിനിറ്റ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ള കുട്ടികൾക്ക് പഠനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വർഷം 8 പേപ്പർ ആയിരിക്കും ഉണ്ടാകുക. 2 സൈക്കോളജി പേപ്പർ ഉണ്ട്. അതായത് ഫസ്റ്റ് സെമസ്റ്ററിലുള്ള സൈക്കോളജിയും സെക്കൻഡ് സെമസ്റ്ററിൽ മറ്റൊരു സൈക്കോളജി. ഒന്നാമത്തെ സൈക്കോളജി ജനറൽ സൈക്കോളജി എന്ന് പറയും, BPCC 101. രണ്ടാമത്തത് BPCC 107, അത് സോഷ്യൽ സൈക്കോളജി. ഈ 2 പേപ്പർ ഞാൻ ഹാൻഡിൽ ചെയ്യും. ബാക്കിയുള്ളത് മറ്റു ടോപ്പിക്കുകളാണ്. ഏതായാലും ട്യൂഷൻ ആവശ്യമുള്ള ആൾക്കാർ മുൻകൂട്ടി നമ്മൾ അറിയിക്കുകയാണെങ്കിൽ, ആ ഗ്രൂപ്പിലൂടെ അറിയിക്കുക, എന്നെ പേഴ്സണൽ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് സ്പെഷ്യൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇപ്പൊ ഇതൊക്കെ ഡെമോ ക്ലാസ് ആണ്. ഈ ഡെമോ ക്ലാസ് ഓരോ മെറ്റീരിയലിന്റെയും ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. താല്പര്യമുള്ളവർ നേരത്തെ ജോയിൻ ചെയ്യാം. കാരണം നമ്മളെ ഫീസിന്റെ 25% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാ പേപ്പറും എഴുതുന്നുണ്ടെങ്കിൽ എല്ലാ പേപ്പറിലും ജോയിൻ ചെയ്യുക, ഇഷ്ടം പോലെ. അതല്ല പകുതി എഴുതുന്നുണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യുക. ഏത് പേപ്പറാണോ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അസൈൻമെന്റ് നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. സമയമുണ്ട്, പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും അപ്ലൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുകയും എന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാതിരിക്കുകയും ചെയ്താൽ പേടിക്കാനൊന്നുമില്ല. അടുത്ത പരീക്ഷ എഴുതാം, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ പരീക്ഷ എഴുതാൻ പറ്റില്ല. അതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ പരീക്ഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. ഏതായാലും ക്ലാസ് എടുക്കാൻ വേണ്ടി ഇന്നത്തെ ഈ ഒരു ടോപ്പിക്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ലൈഫ് സ്കിൽസ് ആണ്. B++183. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് എൻ്റെ സുഹൃത്തും എൻ്റെ പരിചയക്കാരനുമായ അനസാറാണ്. അനസാർ രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നമ്മൾ ഈ IIT NIT എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും PG കഴിഞ്ഞ ഒരാളാണ്. MSW സോഷ്യൽ വർക്കിലാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാൽ MA സോഷ്യോളജി, MA സൈക്കോളജി, MSW ഇതൊക്കെ ഏകദേശം ജ്യേഷ്ഠാഞ്ജന്മാരാണ്. ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള കളികളായിരിക്കും. അപ്പോൾ ഫീൽഡിൽ ഇറങ്ങി അത്യാവശ്യം ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നല്ല മാർക്കോടെ PG പാസ്സായ വ്യക്തിയാണ്. ടീച്ചിങ് ആണ് പുള്ളിയുടെ പാഷന്. നിങ്ങളുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് സാറായിരിക്കും. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. അനസർ, you can start and share the document. Hello. Am I audible? Sir, yes, you're audible. We can hear you. Document share ചെയ്യണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ സാറേ. Okay, wait a minute. I want to share.
ഹലോ Wait. കാണാവോ? ഹലോ? ഇല്ല, കാണുന്നില്ല. നിങ്ങൾ ഡോക്യുമെന്റ് ഷെയറിന്റെ ബട്ടൺ ക്ലിക്ക് ഷെയർ സ്ക്രീൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടോ? ഷെയർ സ്ക്രീൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഏത് ഡോക്യുമെന്റ് ആണോ കാണിക്കുന്നെങ്കിൽ ആ വിൻഡോ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ആ ഡോക്യുമെന്റ് സ്പെസിഫിക് ആയിട്ട് ക്ലിക്ക് ചെയ്യണം. മൊബൈലാണോ ഉപയോഗിക്കുന്നത്? അല്ല, ഇപ്പൊ കാണാമോ? ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, എത്തിയിട്ടുണ്ട് സാർ, എത്തിയിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് തുടങ്ങിക്കോളൂ കേട്ടോ. ഇൻട്രൊഡക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ പറയാനുള്ള പറഞ്ഞിട്ട്. ഓക്കെ, വളരെ വെൽക്കം. താങ്ക് യു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ഓൾ. താങ്ക് യു ഫോർ ദിസ് കോപ്പറേഷൻ. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്നുള്ള ടോപ്പിക്കാണ്. അത് നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുത്ത ആളുകൾ അവരുടെ ഇഗ്നോ മെറ്റീരിയൽ BSSS 183 ലൈഫ് സ്കിൽ എന്ന ഈ സബ്ജക്റ്റില് നമുക്ക് ബ്ലോക്ക് 1 സിവിക് അവയർനെസ് ആണ് ഉള്ളത്. അതിന്റെ കീഴിലുള്ള യൂണിറ്റ് ഫസ്റ്റ്, അതാണ് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ആദ്യമായിട്ട് നമുക്ക് ഇഗ്നോന്റെ ഒരു സ്വഭാവം അറിയുന്നവരാണ് നമ്മളൊക്കെ, കേട്ട് മനസ്സിലാക്കിയവരോ പരിചയിച്ച് അറിഞ്ഞവരോ ആയിരിക്കാം. സോ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് പൊതുവെ മറ്റുള്ള എക്സാമിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് ഇഗ്നോ ആഗ്രഹിക്കുന്നത്. സോ അവരുടെ ക്വസ്റ്റ്യൻ ടൈപ്പും അതുപോലെ തന്നെ ആയിരിക്കും. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വെറും നമ്മൾ പോയിന്റ്സ് മാത്രം പഠിച്ചു പോയാൽ നമുക്ക് ഒരിക്കലും എക്സാം പാസ്സാവാൻ പറ്റില്ല. പോയിന്റിന് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്ത് വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് അത് ആൻസർ പേപ്പറിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന്റെ വിശദീകരണവും അതിന്റെ സബ് ടോപ്പിക്കും അതിന്റെ എക്സാമ്പിൾസും അണ്ടർലൈൻസും ഹൈലൈറ്റ്സ് ഇതൊക്കെ എക്സാമിന്റെ മാർക്ക് കൂട്ടാനുള്ള ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി ആയിട്ടാണ് പൊതുവെ മനസ്സിലാക്കാറുള്ളത്. ആദ്യമായിട്ട് ഈ ഒരു ലൈഫ് സ്കിൽ സബ്ജക്റ്റിന്റെ കീഴിൽ നമുക്ക് ഈ കോഴ്സിന്റെ മൊത്തത്തിലൊരു കോണ്ടന്റ് നമുക്ക് മനസ്സിലാക്കാം. ടോട്ടൽ 5 ബ്ലോക്കുകളാണ് ഈ കോഴ്സിന്റെ കീഴിൽ വരുന്നത്. ബ്ലോക്ക് 1 സിവിക് അവയർനെസ് ആണ്. ബ്ലോക്ക് 2 ഡിജിറ്റൽ സ്കിൽസ് ആണ്. ബ്ലോക്ക് 3 ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ്. ബ്ലോക്ക് 5 ഗവേണൻസ്, സിവിൽ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ബ്ലോക്ക് 5 കരിയർ സ്കിൽസ്. ഇതില് ലൈഫ് സ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതകാലം ഉടനീളം നമ്മൾ കൊണ്ടുപോകേണ്ട ചില സ്കിൽസ്. അത് പ്രധാനമായും ഈ ഒരു 5 ബ്ലോക്കിലേക്കാണ് നമ്മൾ ചുരുക്കിയിട്ടുള്ളത്. നമുക്ക് ലൈഫ് സ്കില്ലിന്റെ ഭാഗമായിട്ട് ആദ്യം ഒരു സിവിക് അവയർനെസ് നമുക്ക് വേണം. നമ്മൾ പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ, ഒരു സൊസൈറ്റിയിൽ ഒരു കൾച്ചറിന് കീഴിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളോട് നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ, സിവിക് പൊതുജനങ്ങളോട് നമ്മൾ പെരുമാറേണ്ട രീതി, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ കീഴിൽ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, ലീഗൽ അവയർനെസ്, പബ്ലിക് ഹെൽത്ത്, ഡിസാബിലിറ്റി, ജെൻഡർ സാറ്റിസ്ഫാക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ സിവിക് അവയർനെസിന്റെ കീഴിൽ വരുന്നത്. ഡിജിറ്റൽ സ്കിൽസും ഒരു സോഫ്റ്റ് സ്കില്ലാണ്, പ്രധാനമായിട്ടുള്ള സോഫ്റ്റ് സ്കില്ലാണ്. നമ്മളിപ്പോൾ പുതിയ ജനറേഷനിൽ, പുതിയ യുഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഡിജിറ്റൽ സ്കിൽസ് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സ്കിൽ തന്നെയാണ്. നമുക്ക് ഇനി വരുന്ന കാലം AI യുഗം എന്നൊക്കെ പറയുമ്പം ഒരിക്കലും നമുക്ക് ഡിജിറ്റൽ അവയർനെസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ സ്കില്ല് നമുക്ക് ഇല്ലാണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗമായിട്ട് ബ്ലോക്ക് 3 പറയുന്ന ഫൈനാൻഷ്യൽ ലിറ്ററസി ആൻഡ് അവയർനെസ്. അത് ബാങ്കിങ് സിസ്റ്റം, ഫൈനാൻസ്,
അതുപോലെ തന്നെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ചെലവഴിക്കേണ്ട രീതി, പ്രയോറിറ്റി, നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ട ബാർഗെയിനിങ് സ്കിൽസ്, അതുപോലെ തന്നെ സമ്പത്ത് കളക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ചെലവഴിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഫൈനാൻഷ്യൽ ലിറ്ററസിയിൽ അതിന്റെ അവയർനെസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4ാമത്തെ ബ്ലോക്കിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്, അതുപോലെ തന്നെ കോർട്ട് ഉണ്ട്, നമുക്ക് ജസ്റ്റിസ്, നമുക്ക് നീതി വേണം, നമുക്ക് സ്വതന്ത്രം വേണം, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാനും അതിലേക്ക് ആളുകളെ കൊണ്ടുവരാനും നമ്മുടെ നല്ല വാല്യൂസ് ഉയർത്തി കാണിക്കാനൊക്കെ നമ്മുടെ ഈ ഇന്ത്യയിൽ ഇവിടെ അവകാശമുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത്, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിന്റെ കീഴിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ കരിയർ സ്കിൽ, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രധാനമായിട്ടും ആവശ്യമുള്ള കരിയർ സ്കില്ല് എന്തൊക്കെയാണ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനൊക്കെ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 5ന്റെ കീഴിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് പ്രധാനമായും ലൈഫ് സ്കില്ലിന്റെ കീഴിൽ 1ാമത്തെ ബ്ലോക്കിൽ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, അതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ കോഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചോദിക്കുകയാണ്, എന്താണ് ലൈഫ് സ്കിൽസ്? നമുക്ക് ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അത് ലൈഫ് സ്കിൽസ് എന്ന് കേൾക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്? ശരിയാണ്, നമുക്ക് പല സാധനങ്ങൾ, പല കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരും ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ. എന്നാലും ഒരു കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഞാനൊന്ന് ചെറിയ രീതിയിൽ വിശദീകരിച്ചു തരാം. നമ്മുടെ ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ശരിക്കും ജീവിച്ചു പോവാൻ വേണ്ടി ഒരുപാട് സ്കില്ല് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അങ്ങനെ സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ വലിയ ഒരു ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടി സ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് അല്ല ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതം കൃത്യമായും വ്യക്തമായും സന്തോഷത്തോടെയും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കാതെയും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ നമ്മെ സഹായിക്കുന്ന ചില വാല്യൂസ്, ചില കഴിവുകൾ, അതാണ് ലൈഫ് സ്കിൽ എന്ന് ഉള്ളത് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി നമുക്ക് പറയുകയാണെങ്കിൽ ചിന്തിക്കുക, തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്കില്ലാണ്. നമുക്കൊരു കാര്യം, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നത്തെ കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും നമുക്ക് ആ തിങ്കിങ് സ്കില്ലിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനോട് സമാനമായിട്ടുള്ള മറ്റൊരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഉദാഹരണത്തിന് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നം എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, എന്താണ് അതിന്റെ സൊല്യൂഷൻ എന്നൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് അനാലിസിസ് നടത്തി അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടെത്തുക. ഇത് മറ്റൊരു സ്കില്ലാണ്. വേറൊരു സ്കില്ല് പറയുകയാണെങ്കിൽ പേഴ്സണൽ സ്കില്ല്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ചില സ്കില്ലുകൾ, ഡിസിപ്ലിൻ, മര്യാദ, അതുപോലെ തന്നെ അച്ചടക്കം, ടൈം മാനേജ്മെന്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ എന്താണ് പേഴ്സണൽ സ്കിൽസിന്റെ കീഴിൽ വരുന്നതാണ്. അതൊക്കെയാണ് മെയിൻ ലൈഫ് സ്കിൽസുകളായിട്ട് നമ്മൾ സാധാരണ പൊതുവെ എണ്ണാറുള്ളത്. അതുപോലെ തന്നെ വെരി ബേസിക് ആയിട്ടുള്ള ചില ലൈഫ് സ്കിൽസും ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ജീവിതത്തിൽ പല ആളുകളും ഇതിനെ അശ്രദ്ധമായിട്ട് കാണാറുണ്ട്. അതിന് വലിയ വാല്യൂസ് ഒന്നും ഇല്ല, അതിപ്പോ ഉണ്ടായിട്ട് എന്താണെന്നുള്ള ചിന്തകളും ചോദ്യങ്ങളൊക്കെയാണ് പല ആളുകൾക്കും ഉള്ളത്. അതിൽപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കില്ലുകളാണ് പേഴ്സണൽ ഹൈജീൻ, അതുപോലെ തന്നെ കുക്കിംഗ്, ഡ്രൈവിംഗ്. അതൊക്കെ എന്താണ്, നമ്മൾ അറിഞ്ഞാൽ നമുക്കത് നമ്മുടെ ജീവിതം ഒന്നും കൂടെ കളർഫുൾ ആക്കാൻ പറ്റും. പേഴ്സണൽ ഹൈജീനൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കൂടിയാണ് ഈ പേഴ്സണൽ ഹൈജീൻ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ കുക്കിംഗ് അറിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിലും കുക്കിംഗ് അറിയുന്ന ഒരാളെ പോലെ സന്തോഷവാനായിട്ടും സമാധാനത്തോടു കൂടിയും മറ്റുള്ളവരെ ആശ്രയിക്കാതെയും ജീവിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ലൈഫ് സ്കിൽ നമുക്ക് പൊതുവെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ലൈഫ് സ്കില്ലിന്റെ കീഴിൽ വരുന്ന ഫസ്റ്റ് ബ്ലോക്കിലെ സിവിക് അവയർനെസ്
എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളാവുമ്പോൾ, നമ്മളൊരു ജനമധ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാവുമ്പോൾ നമുക്ക് മറ്റുള്ള ആളുകളോട് ചെയ്യേണ്ട പ്രധാനമായിട്ടും അവരെ പരിഗണിക്കുകയും അവർക്ക് ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മളിവിടെ ജീവിക്കലും ഒക്കെ നമ്മുടെ കൂടി കടമയാണ്. മറ്റുള്ളവർക്ക് അക്രമം പരത്തുന്ന രീതിയിൽ വിദ്വേഷ സംസാരങ്ങൾ അല്ലെങ്കിൽ ആയുധ ഉപയോഗ അക്രമങ്ങൾ ഇതൊന്നും ഒരിക്കലും നമുക്ക് കൂടെ ചേർത്തുകൂടാ. കാരണം നമുക്ക് ഒരു സിവിക് അവയർനെസ് നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് തോന്നിയ പോലെയൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സപ്പോർട്ടീവ് അല്ല. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുള്ള കാര്യം ഷുവറാണ്. അതുപോലെ തന്നെ മറ്റൊരു ടേമാണ് ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് ആണ്. യൂണിറ്റ് 1 യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്നാണ്. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ചില വാല്യൂസ്, ചില കപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ ചില മൂല്യങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ, അതാണ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ വാല്യൂസിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ട്രൂത്ത്, നമുക്കൊരു സത്യസന്ധത എന്നുള്ള ഒരു വാല്യൂ നമ്മൾ പൊതുവെ എല്ലാവരും നല്ലൊരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് കാണുന്നതാണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അതുപോലത്തെ സത്യസന്ധത, മര്യാദ, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, അതുപോലത്തെ വാല്യൂസ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വാല്യൂസ് ആണ്. അപ്പോൾ അത്തരം വാല്യൂസുകളാണ് നമ്മൾ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ കീഴിൽ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുമ്പോൾ, പൊതുവെ യൂണിവേഴ്സൽ നമ്മൾ പ്രാപഞ്ചികപരമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ചില സ്പെഷ്യൽ ഹ്യൂമൻ വാല്യൂസ് ഉണ്ട്, പ്രധാനപ്പെട്ട. അതൊക്കെ എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ, ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ്, ഇൻട്രഡക്ഷൻ ടു ഹ്യൂമൻ വാല്യൂസ്. എന്താണ്, വാട്ട് ആർ ദ ഹ്യൂമൻ വാല്യൂസ്? ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ വാല്യൂസ് ആർ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് that people in a society choose a prefer. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ മനുഷ്യർ തെരഞ്ഞെടുക്കുന്ന ചില പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ ചില സ്റ്റാൻഡേർഡുകളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വാല്യൂസ് ഒക്കെ നമ്മളെ നല്ല രീതിയിൽ പെരുമാറാനും, നല്ല രീതിയിൽ ചിന്തിക്കാനും, നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഔട്ട്പുട്ട്സ് കൊടുക്കാനും, മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ചില വാല്യൂസ് ആണ് അതൊക്കെ. അത് നമ്മുടെ ബെറ്റർ ഓർ ബെസ്റ്റ് ലൈഫിലേക്ക് അത് നയിക്കുകയും ചെയ്യും. ഇത്തരം വാല്യൂസുകളാണ് നമ്മൾ പൊതുവെ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയാറുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ ഹ്യൂമൻ വാല്യൂസ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻസ് ആണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ. ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു അർത്ഥവത്തായ ജീവിതം നയിക്കണം എന്നുള്ള ആ ഒരു അർത്ഥത്തെ സൂചിപ്പിക്കുന്ന ചില വാല്യൂസ്, അതാണ് സത്യമായിട്ടും ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് കീഴിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ചർച്ച ചെയ്യാനുള്ളത് ഹൗ ഹ്യൂമൻ വാല്യൂസ് ഫോംഡ്. എങ്ങനെയാണ് ഹ്യൂമൻ വാല്യൂസ് ഉണ്ടായി വന്നത്, ഉൾത്തിരിഞ്ഞു വന്നത്? നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് ആദ്യം ഒരു വ്യക്തിയിൽ ഉണ്ടായി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ചർച്ച ചെയ്യാനുള്ളത്. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു കുട്ടി ജനിക്കുമ്പോഴേ ആ കുട്ടിയുടെ കൂടെ ഉണ്ടായി വരുന്ന ഒരു സംഭവമല്ല, ഒരു വാല്യൂസ് അല്ല ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളത്. അത് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടൈം എടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത്. പൊതുവെ ആദ്യമായിട്ട് ഒരു മെയിൻ ഒറിജിൻ ഓഫ് ഹ്യൂമൻ വാല്യൂസ് എന്ന് പറയുന്നത് കൾച്ചർ ആൻഡ് സൊസൈറ്റി ആണ്. നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കൾച്ചർ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി,
നമ്മുടെ സൊസൈറ്റിയാണ് അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറാണ് ഏറ്റവും ആദ്യത്തെ ഹ്യൂമൻ വാല്യൂസിന്റെ സോഴ്സ് എന്ന് പറയുന്നത്, ഒറിജിൻ എന്ന് പറയുന്നത്. എന്താണ് ഈ കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റംസ്, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ പ്രാക്ടീസസ്, നമ്മുടെ ചെയ്തികൾ, നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി തന്നിട്ടുള്ള ചില വാല്യൂസ്. ആ വാല്യൂസ് ആണ് കൾച്ചറൽ ആൻഡ് സൊസൈറ്റിയിൽ നിന്നും നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ള വാല്യൂസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണല്ലോ. സോ ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ ചില കൾച്ചറിന്റെ കീഴിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ മുതിർന്ന ആളുകളുടെ പാദം സ്പർശിക്കുക അല്ലെങ്കിൽ അവരോടൊന്ന് കുനിയുക, അവരെ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് എന്താണ്? അതൊരു നമുക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമ്മളെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് വന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ ചില സമയത്തൊക്കെ അങ്ങനെ മുതിർന്ന ആളുകളുടെ കാലിൽ തൊടുക എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ് എന്നുള്ള ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്ത് വന്നത്, അത് പഠിപ്പിച്ചത് ആരാണ്? നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ, നമ്മുടെ സൊസൈറ്റി ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു അറിവാണ് മുതിർന്ന ആളുകളുടെ കാലിക്കൽ സ്പർശിക്കുക അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞു നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരു റെസ്പെക്റ്റ് ആണ് എന്നുള്ളത് ആര് പറഞ്ഞതാണ്? നമ്മുടെ കൾച്ചറൽ സൊസൈറ്റിയിൽ നമുക്ക് ലഭിച്ച ഒരു സ്കില്ലാണ്, ഒരു വാല്യൂ ആണ്. അതുപോലെ തന്നെ ഓരോ കൾച്ചറിലും ഓരോ സൊസൈറ്റിയിലും വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഹ്യൂമൻ വാല്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഹ്യൂമൻ വാല്യൂസ് ഫോം ചെയ്യുന്നതിൽ കൾച്ചർ ആൻഡ് സൊസൈറ്റി വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ടോട്ടലി. രണ്ടാമത്തെ ഒരു സോഴ്സ് ആണ് ഹ്യൂമൻ വാല്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്ന മറ്റൊരു സോഴ്സ് ആണ് ഫാമിലി ആൻഡ് അപ്ബ്രിങ്ങിങ്. രണ്ടാമത്തെ, അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫാമിലിയിൽ ജീവിക്കുന്ന ആളുകളാവുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ പ്രധാനമായിട്ടും നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും, നമ്മുടെ അച്ഛനുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഉണ്ടാവും, നമ്മുടെ സിബ്ലിങ്സ് ഉണ്ടാവും. ഇനിയിപ്പം ജോയിന്റ് ഫാമിലി ആണെങ്കിൽ വേറെയും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ, പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ ആയിട്ട് സാധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പാരന്റ്സ് ഒക്കെ എല്ലാവരും സത്യം മാത്രമേ പറയുന്ന ആളുകളാണെന്ന് വെക്കുക സപ്പോസ്. അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു സത്യം പറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വാല്യൂ ആണ്, ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സത്യം പറയുക എന്നുള്ള സംഭവം നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ മുറുകെ പിടിക്കുന്നോ അത്രയും കാലം നമുക്ക് അതുകൊണ്ട് അതിന്റെ ഫെയർനെസ്, അതിന്റെ ഗുണങ്ങൾ, അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെ ഫാമിലി ഒരു സത്യം മാത്രം പറയുന്ന ഒരു ഫാമിലി ആകുമ്പോൾ ആ ഒരു സത്യം പറയുക എന്നുള്ള ആ ഒരു ട്രൂത്ത് ടെല്ലിങ് അത് നമ്മുടെ ജീവിതത്തിൽ ഭാഗമായിട്ട് വരുന്നു. അപ്പം ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വാല്യൂ ആണ് എന്ത്? സത്യം മാത്രം പറയുക. കാരണം എന്റെ മാതാപിതാക്കളും എന്റെ സിബ്ലിങ്സും എന്റെ വീട്ടിലുള്ള എല്ലാവരും സത്യം മാത്രമേ പറയാറുള്ളൂ. ഒരു കളവ് പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും കളവ് പറയാതെ അവർ അവിടെ സത്യം പറഞ്ഞ് വിജയിക്കുന്ന ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി, വളർന്നു വരുന്ന ഒരു കുട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ, ആ ഒരു സത്യം പറയുക എന്നുള്ള വാല്യൂ അവന്റെ ഫാമിലിയിൽ നിന്ന് അവൻക്ക് ലഭിച്ച ഒരു സമ്പത്തായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തതായി മൂന്നാമത്തെ മറ്റൊരു സോഴ്സ് ആണ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾസ്. എഡ്യൂക്കേഷൻ ആൻഡ് സ്കൂൾസ്, അതിന്റെ കീഴിൽ നമുക്ക് ഒരുപാട് വാല്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഒരു കുട്ടി ചെറുപ്പത്തിൽ നിന്ന് വളർന്നു വരുന്ന സമയത്ത് ഒരു 5 വയസ്സ് കഴിയുമ്പോൾ അവനെ സ്കൂളിലേക്ക് ചേർക്കുന്നു. സ്കൂളിലേക്ക് ചേർത്ത് കഴിയുന്ന സമയത്ത് അവന് അല്ലെങ്കിൽ അവൾക്ക്, ആ കുട്ടിക്ക്, ആ ഒരു വ്യക്തിക്ക് വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് നമുക്ക് അവരുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ പോലെയല്ല. സ്കൂൾ എന്ന് പറയുമ്പം
വ്യത്യസ്ത കൾച്ചറിൽ നിന്നും വ്യത്യസ്ത റിലീജിയനിൽ നിന്നും വ്യത്യസ്ത കസ്റ്റംസ് വ്യത്യസ്ത പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ സംഗമിക്കുന്ന ഒരു ഇടമാണ് സ്കൂൾ എന്ന് പറയുന്നത്. നമ്മൾ മാത്രമല്ലല്ലോ, നമ്മളെ കൂടെ നമ്മുടെ ഫ്രണ്ട്സുകൾ ഉണ്ടാവും. ആ ഫ്രണ്ട്സ് വേറെ ഫാമിലിയിൽ നിന്നായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യം മാത്രം പറയുന്ന ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി ഉണ്ടാവും, കളവ് പറഞ്ഞ് ശീലിച്ച് വരുന്ന ഫാമിലിയിൽ നിന്നുള്ള ഒരു കുട്ടി ഉണ്ടാവും, വേറെ എന്തെങ്കിലും നല്ലതും ചീത്തതുമായ വാല്യൂസ് തലയിലേറ്റി വരുന്ന ഒരു കുട്ടികളൊക്കെ ഉണ്ടായേക്കാം. അവരൊക്കെ സംഗമിക്കുന്ന ഒരു സ്പേസ് ആണ് സ്കൂൾ എന്ന് പറയുന്നത്. സ്കൂളിൽ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ എന്ത് കിട്ടും, ഹ്യൂമൻ വാല്യൂസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഒന്ന് ഫോർമൽ സെക്ടറിൽ നിന്നും അതുപോലെ തന്നെ ഇൻഫോർമൽ സെക്ടറിൽ നിന്നും. ഫോർമൽ സെക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന അറിവുകൾ, അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ, അവർ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പല കാര്യങ്ങൾ, നമുക്ക് ജീവിതശൈലിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കിട്ടുന്ന ചില അറിവുകൾ നമ്മൾ ടീച്ചേഴ്സ് മുഖേന, അതൊക്കെയാണ് നമ്മുടെ ഫോർമലായിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വാല്യൂസ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് സത്യം പറയുക എന്നുള്ള വിവരം അവൻ ആദ്യമായിട്ട് കിട്ടിയത് സ്കൂളിൽ നിന്നാണെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന ആ ഒരു സമയത്ത് കിട്ടുന്നതാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഫോർമൽ ഒബ്റ്റെയിനിങ് ആണ്. അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പ്ലേ ടൈം, സ്കൂളിലെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് കുട്ടികളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും കുട്ടികൾ പരസ്പരം അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സത്യം മാത്രം പറഞ്ഞു വരുന്ന ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടിക്ക് കളവ് പറയാനുള്ള അവസരം ഉണ്ടാവുകയും അവന്റെ സുഹൃത്ത് കളവ് പറഞ്ഞ് രക്ഷപ്പെടുകയും കാണുമ്പോൾ ഈ സത്യം മാത്രം പറഞ്ഞ് ജീവിച്ചു വന്ന കുട്ടിയുടെ ഒരു ഉള്ളിലൊരു തോന്നൽ ഉണ്ടാവുന്നു. അതൊരു ബാഡ് വാല്യൂസ് ആണ്. അത് നമുക്ക് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ബാഡ് കുട്ടിക്ക് ഒരു സത്യം മാത്രം കളവ് പറഞ്ഞ് ശീലിച്ച ഒരു കുട്ടിക്ക് സത്യം മാത്രം പറയാ എന്നുള്ള ആ ഒരു വാല്യൂ അവനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുമ്പോൾ അതാണ് പ്ലേ ടൈമിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫോർമൽ ആയിട്ട് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത്. മറ്റൊരു സോഴ്സ് ആണ് മറ്റൊരു ഒറിജിൻ ഓഫ് ഹ്യൂമൻ വാല്യൂ ആണ് പേഴ്സണൽ എക്സ്പീരിയൻസ്. പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മൾ ജീവിച്ചു വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ചില വാല്യൂസ്, അതാണ് നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ കളവ് പറയുക സത്യം പറയുക എന്നുള്ള കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ കളവ് പറയുന്നു, ആ കളവ് പിടിക്കപ്പെടുന്നു. പൊതുജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ അല്ലെങ്കിൽ വേറെ ആരെയോ ആവട്ടെ പിടിക്കപ്പെടുന്നു. അതോടുകൂടി നമുക്ക് ഒരു വല്ലായ്മ ഫീൽ ചെയ്യും. പക്ഷെ വേണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു റിഗ്രറ്റ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സത്യം പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കളവ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഒരു കളവ് സ്ഥിരപ്പെടുത്താൻ 100 മറ്റ് കളവുകൾ പറയേണ്ടി വരും, അത്രയും സമയം ആളുകൾ നമ്മളെങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, പിന്നെ ആളുകൾ നമ്മളെ വിലയിരുത്തും എന്നുള്ള ഫാക്ടേഴ്സ് എല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ കളവ് പറയാൻ പാടില്ല എന്ന് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ സത്യം മാത്രമേ ഇനി പറയാവൂ, സത്യമേ വിജയിക്കൂ, സത്യം പറഞ്ഞവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ, ആദ്യം കുറച്ച് കയ്പാണെങ്കിലും പിന്നീട് മതിരിക്കുന്നത് സത്യം തന്നെയായിരിക്കും എന്നൊക്കെ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാല്യൂസ് ആണ് ഇതൊക്കെ. അതുപോലെ തന്നെ മറ്റ് ഒരു റിസോഴ്സ് ആണ് മീഡിയ ആൻഡ് പോപ്പുലർ കൾച്ചേഴ്സ്. മീഡിയ ആൻഡ് പോപ്പുലർ കൾച്ചേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
നമ്മൾ ഒരുപാട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് TV ഷോകൾ കാണാറുണ്ട്, ഒരുപാട് മൂവീസ് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ പോലത്തെ സോഷ്യൽ മീഡിയ ആപ്പുകള്, അതുപോലെ തന്നെ ബുക്കും ഒരു മീഡിയ ആണ്. അതൊക്കെ നമുക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, ആ പുസ്തകത്തിലൂടെയും ആ സോഷ്യൽ മീഡിയയിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും നമുക്ക് തരുന്ന നല്ല വാല്യൂസ് എന്താണ്? അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഒരു പെർഫെക്റ്റ് സോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പൊതുവെ ഒരു സൂപ്പർ ഹീറോ മൂവീസ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ സൂപ്പർ ഹീറോ മൂവീസ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊരു ധൈര്യം കിട്ടുന്നു. ആ സൂപ്പർ ഹീറോയെ പോലെ ആവണം, അല്ലെങ്കിൽ അദ്ദേഹം പെരുമാറുന്നത് പോലെ ആവണം, അദ്ദേഹം ഒരാളെ സഹായിച്ചതുപോലെ നമുക്കും സഹായിക്കണം എന്നുള്ള ആ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ആ ഒരു ഹെൽപ്പിംഗ് വാല്യൂ നമുക്ക് തരുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൂവിയിലൂടെ ആണെങ്കിൽ, ആ ഒരു സോഴ്സിന് പറയുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഇത്രയും പോസിറ്റീവ് വാല്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഉണ്ടായി വരാൻ മാധ്യമങ്ങൾ നമ്മളെങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം. മറ്റൊരു ഒറിജിൻ ഓഫ് ഹ്യൂമൻ വാല്യൂ ആണ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി. റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് പൊതുവെ നമ്മുടെ മതം പറയുന്നത് അനുസരിച്ച് ജീവിക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ മതം കൽപ്പിക്കുന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുകയും പെരുമാറുകയും മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമ്മുടെ മതം നമുക്ക് തരുന്ന വാല്യൂസ്, അത് ഒരു വ്യക്തി ഒരു മതത്തിന്റെ ഭാഗമായിട്ടാണ് അവൻ പഠിച്ചു വരുന്നത് അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നത് എന്നുണ്ടെങ്കിൽ മതം അല്ലെങ്കിൽ അവന്റെ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഒരു സോഴ്സ് ഓഫ് ഹ്യൂമൻ വാല്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെൽപ്പിംഗ് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ മതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ പഠിച്ചെടുത്ത ഒരു വാല്യൂ ആണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും മാത്രമല്ല അവരുടെ നീഡ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ നമ്മുടെ ചെറിയൊരു ധനസഹായം അല്ലെങ്കിൽ നമ്മുടെ ശാരീരിക സഹായങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഭക്ഷിപ്പിച്ചു അതിലൂടെയൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ള ആ ഒരു ഗുഡ് വാല്യൂ അത് ഫോം ചെയ്തത് നമ്മുടെ മതത്തിന്റെ ഒരു കൽപ്പന പ്രകാരമാണെങ്കിൽ അത് പ്രകാരമാണ് നമ്മൾ ഈ ഒരു വാല്യൂ ഉണ്ടാകാൻ മതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്പിരിച്വാലിറ്റി കാരണമായി എന്ന് പറയുമ്പോൾ മതം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഒരു ഹ്യൂമൻ വാല്യൂ റിസോഴ്സ് ആയിട്ട് നമുക്ക് എണ്ണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സോഴ്സ് ഓഫ് ഹ്യൂമൻ വാല്യൂ ആയിട്ട് നമ്മൾ പറയപ്പെടാറുള്ളത് ഇവല്യൂഷൻ ആൻഡ് ബയോളജിക്കലി. ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ജനിച്ചു വരുമ്പോഴേ നമുക്ക് കിട്ടുന്ന ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പം നമ്മൾ പറയപ്പെടാറുണ്ടല്ലോ, നമ്മൾ ചെറിയ ബ്രെയിനുള്ള ആളുകൾക്ക് ഇത്ര ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. ചിലപ്പം വിശാലമായിട്ടുള്ള ബ്രെയിനിന് നമുക്ക് ബയോളജിക്കലി നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു റിസോഴ്സ്, വലിയ വിശാലമായിട്ടുള്ള ഫുൾ നെർവസും ഫുൾ എനർജിയും ഫുൾ പവറുള്ള ഒരു ബ്രെയിൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ IQ പവർ നമുക്ക് ലഭിക്കുന്നു. അതൊക്കെ നമുക്ക് ബയോളജിക്കലി ലഭിക്കുന്നതാണ്. അത് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും ബയോളജിക്കലി നമുക്ക് ലഭിക്കുന്ന ചില വാല്യൂസ്, അത് ആ വാല്യൂസിനെ നമുക്ക് കണക്കാക്കാം ബയോളജിക്കലി നമുക്ക് ലഭിക്കുന്നതാണ്. ഇവല്യൂഷന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം, നമ്മൾ ആദ്യമൊക്കെ തെറ്റാണെന്ന് ധരിച്ചിരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ജെൻഡറിന്റെ വിഷയത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഓർ LGBTQ കമ്മ്യൂണിറ്റീസ് അവര് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പൊതുവെ ഒരു മൂലയിൽ ജീവിക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല.
അവരെ മീഡിയയുടെ മുമ്പിൽ വെച്ച് അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ പുറത്തേക്ക് എത്തിക്കാനും മുമ്പേ ഒന്നും അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു സമൂഹത്തെ പരിഗണിക്കാൻ തുടങ്ങി, അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഇത് കാലങ്ങൾ എടുത്തുകൊണ്ട്, സമയം എടുത്തുകൊണ്ട് മുമ്പ് ഇല്ലാത്തൊരു പ്രവണത പുതിയതായിട്ട് ഉണ്ടായി വന്നൊരു സംഭവമാണ്. അപ്പൊ അതിലൂടെ നമ്മൾ എന്ത് പറയാം, ഇവല്യൂഷണൽ ഓർ ബയോളജി മുമ്പില്ലാത്തൊരു സംഭവം കൊണ്ടുവന്നു, ഇവല്യൂഷൻ മുഖേനയും ബയോളജി മുഖേനയും. അത്തരം വാല്യൂസിനെ നമുക്ക് ഈ ഒരു റിസോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനാൽ ഇവല്യൂഷൻ ഓർ ബയോളജിക്കലി എന്നുള്ളത് ഒരു ഗുഡ് ഹ്യൂമൻ വാല്യൂസ് റിസോഴ്സ് ആണെന്ന് നമുക്ക് പറയാം. അടുത്ത ടോപ്പിക് നമുക്ക് ഇതിൽ ചർച്ച ചെയ്യാനുള്ളത് ഹ്യൂമൻ വാല്യൂസ് ഫ്രം ഇൻഡിവിജ്വൽ ടു യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവ്. ഈ ടോപ്പിക്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹ്യൂമൻ വാല്യൂസ്, നമുക്ക് മനസ്സിലായി സെറ്റ് ഓഫ് ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്. അത് ഒരു ഇൻഡിവിജ്വൽ കേസിൽ നിന്നും ഹ്യൂമൻ പെർസ്പെക്റ്റീവിലേക്ക് എങ്ങനെ പ്രാധാന്യം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പൊതുവെ ഇതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിഗതയിൽ നിന്നും യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവിലേക്ക് വളർന്നു വന്ന ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണ് ഒന്നത്. രണ്ടാമതായിട്ട് ബുദ്ധിസ്റ്റ് പെർസ്പെക്റ്റീവ്. ബുദ്ധൻ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ നല്ല വാല്യൂസ് ഒക്കെ, നല്ല ഗുഡ് വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്ത ബുദ്ധൻ അവരുടെ ചില വിശ്വാസങ്ങൾ അത് യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവിലേക്ക് എത്തിയതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, യൂണിവേഴ്സലി നമ്മൾ അംഗീകരിക്കപ്പെടുന്ന ഹ്യൂമൻ വാല്യൂസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ടോപ്പിക്കിന് കീഴിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പഠിക്കാനുള്ളത്. ആദ്യമായിട്ട് ഇന്ത്യൻ പെർസ്പെക്റ്റീവില് നമ്മൾ 4 പുരുഷോത്താസ് ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്നാമതായിട്ട് ഇന്ത്യൻ ഫിലോസഫിയില് ഹ്യൂമൻ വാല്യൂസ് 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ആർത്താസ്, കാണാമല്ലേ? ആർത്ത എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന വെൽത്ത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന മെറ്റീരിയൽസ്, പ്രത്യേകിച്ചും നമുക്ക് ഒരു കാർ ലഭിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ബൈക്ക് വാങ്ങാൻ സാധിക്കുന്നു, നമുക്ക് ഒരു വീട് വെക്കാൻ സാധിക്കുന്നു. അത്തരം നമുക്ക് മെറ്റീരിയൽസിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഫിസിക്കൽ വെൽബീയിങ്. ഒരു കാർ ഉണ്ടാകുമ്പോൾ നമുക്കൊരു വാല്യൂ കൂടുന്നു, നമ്മുടെ സോഷ്യൽ ലൈഫ് ഒന്നും കൂടെ മെച്ചപ്പെടുന്നു. ആ ഒരു സംഭവത്തെയാണ് ആർത്ത എന്ന് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഏണിങ്സ്, നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് കാര്യമായിട്ടും ഉദാഹരണമായിട്ടും നമ്മൾ പറയാറുള്ളത്. രണ്ടാമത്തത് കാമ എന്ന് പറയുമ്പോൾ പ്ലഷർ, നമുക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ, അതിന് നിമിത്തമാവുന്ന കാര്യങ്ങൾ, അതൊക്കെ നമുക്കൊരു ആഗ്രഹം പൂർത്തിയാവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അതൊക്കെയാണ് കാമ എന്നതിലൂടെ വരുന്നത്, ഡിസൈർ. അത് മൂന്നാമത്തതാണ് ധർമ്മ, റൈറ്റസ്നെസ്. നമുക്ക് നമ്മുടെ സത്യസന്ധത, നമുക്കത് ഒരു ഇന്റഗ്രിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് അത് സഹായിക്കുന്നു. നാലാമത്തതാണ് മോക്ഷ, ലിബറേഷൻ. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ലക്ഷ്യം ഉണ്ടാവണം, അതുപോലെ തന്നെ ഫ്രീഡം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലിബറേഷന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ ഇത് 4 ഇന്ത്യൻ പെർസ്പെക്റ്റീവിലുള്ള 4 പുരുഷോത്താസ് ആണ്. രണ്ടാമത്തെ കാര്യം ബുദ്ധിസ്റ്റ് പെർസ്പെക്റ്റീവ്. ബുദ്ധന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് 8 ഫോൾഡ് പാത്ത് അദ്ദേഹം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 8 ഫോൾഡ് പാത്തുകൾ
ബുദ്ധിസം നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ ലൈഫ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബെറ്റർ ക്വാളിറ്റി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കുന്ന 8 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ബുദ്ധിസം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് ഈ സംസ്കൃത് വാക്കുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ അർത്ഥങ്ങളാണ് ഇവിടെ പറയുന്നത്. റൈറ്റ് ഓഫ് പെർസെപ്ഷൻ. നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ശരിയായ ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഒന്നാമത്തേതായിട്ട് പറയുന്നത്. അതായത് നമ്മൾ രാവിലെ എണീക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, മേ ബി വാഷ്റൂമിൽ പോകുന്നു, നമ്മൾ ചായ കുടിക്കുന്നു, നമ്മൾ പാരന്റ്സിനെ കാണുന്നു, അവരെ വിഷ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു. നമ്മൾ ഡെയിലി ലൈഫ് ചെയ്യുന്ന എല്ലാ ഓരോ സിമ്പിൾ ടാസ്കുകളൊക്കെ അത് അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടായിരിക്കണം. നമ്മളിപ്പം ആരെങ്കിലും കാണുന്ന സമയത്ത് വിഷ് ചെയ്യുകയാണ്, അവരോടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ അത് സഹായിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ രാവിലെ എണീച്ചു എന്നുള്ളത് കൊണ്ടോ നമ്മൾ അപ്പുറത്ത് ഒരാൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടോ നമ്മളത് ചെയ്യുകയല്ല വേണ്ടത്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഡെയിലി ടാസ്കുകൾ, ഡെയിലി റൊട്ടീനുകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തേതായിട്ട് പറയുന്നത്. രണ്ടാമത്തേതായിട്ട് ബുദ്ധിസം നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പോസിറ്റീവ് വാല്യൂ ആണ് റൈറ്റ് ഡിറ്റർമിനേഷൻ. റൈറ്റ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് കൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരു താല്പര്യത്തോടു കൂടെയും ഇഷ്ടത്തോടു കൂടെയും ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് കൊണ്ടും നമുക്ക് ആ ഒരു കാര്യത്തെ ചെയ്യാൻ സാധിക്കണം. അതായത് നമ്മളിപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് പൊതുവെ നമുക്ക് ആർക്കോ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, അതിൽ നമ്മുടെ മാനേജറുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ മറ്റു പല കാര്യത്തിനും വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കമ്മിറ്റ്മെന്റ് പൊതുവെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ടാസ്ക് എടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അറിവ് നേടാനും കൂടുതൽ പുതിയ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും ചെയ്യാൻ പറ്റും. ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ബുദ്ധിസം നമുക്ക് പഠിപ്പിക്കുന്നത്. മറ്റത് റൈറ്റ് സ്പീച്ച്. നമുക്ക് ശരിയായ രീതിയിൽ മാന്യമായിട്ടും മോശങ്ങൾ സംഭവിക്കാതെ നമുക്ക് ശരിയായ രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം മറ്റുള്ളവരോട് സംസാരിക്കാനും പ്രസംഗിക്കാനും സാധിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം രണ്ടാമത്തേതായിട്ട് റൈറ്റ് കണ്ടക്ട്. നമുക്ക് മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി, നല്ല രീതി, അതൊക്കെ മറ്റൊരു വാല്യൂ ആണ് റൈറ്റ് ടു വെക്കേഷൻ. അതായത് നമുക്ക് അതുകൊണ്ട് കാര്യമായിട്ടും ഉദ്ദേശിക്കുന്നത് ലൈവ്ലിഹുഡ്. നമ്മുടെ ശരിയായ കരിയറിലേക്ക് നമ്മുടെ സ്കില്ലുകൾ മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, നമുക്ക് യോജിച്ച ഒരു സ്കില്ല് മാച്ച് ചെയ്യുന്ന, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ജോബ് അത് ചെയ്യുക. അതിലൂടെ കൂടുതൽ നമ്മുടെ പേഴ്സണൽ വെൽബീയിങ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനുശേഷം റൈറ്റ് എക്സസൈസ്. നമുക്ക് കൃത്യമായി വ്യായാമം ചെയ്യാൻ സാധിക്കുക, അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൂടുതൽ ബെനിഫിറ്റ്സുകൾ. അതുപോലെ തന്നെ റൈറ്റ് മെമ്മറി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മൈൻഡ്ഫുൾനെസ്. നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡും നമ്മുടെ ചുറ്റുപാടും നമ്മൾ ജീവിക്കുന്ന സ്ഥലവും വർക്ക് ചെയ്യുന്ന സ്ഥലമൊക്കെ നമുക്കൊരു നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന രീതിയിലുള്ള ഓരോ മോട്ടീവ്സ് ആയിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവസാനമായി റൈറ്റ് മെഡിറ്റേഷൻ. നമുക്ക് ഒരു നമ്മുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ, ഒരു ട്രാൻസ്പെറൻസി, ഒരു തുറന്നു പറയുക. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കൂടുതൽ ന്യായീകരിക്കാതെ അല്ലെങ്കിൽ അതിനെ കൂടുതൽ വെളുപ്പിക്കാൻ നോക്കാതെ തെറ്റ് സംഭവിച്ചതാണെങ്കിൽ നമ്മൾ ഏറ്റു പറയുകയും അതിനെ സമ്മതിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്. യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസിന്റെ കീഴിൽ നമ്മൾ പൊതുവെ എണ്ണപ്പെടാറുള്ള ചില
ഒരു ഹ്യൂമൻ വാല്യൂസ് ഉണ്ട്. അൺബയാസിസ്, ലോയാലിറ്റി, കോപ്പറേഷൻ, ട്രാൻസ്പെറൻസി, ഒബ്ജക്ടിവിറ്റി, ഡിസിപ്ലിൻ. ഇതൊക്കെ നമ്മൾ പൊതുവെ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ കീഴിൽ നമുക്ക് എണ്ണപ്പെടാൻ പറ്റിയ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് ആണ്. നമുക്ക് മറ്റുള്ളവരെ ഒരു ബയാസും ഇല്ലാതെ, ഒരു മുൻധാരണയും ഇല്ലാതെ അവരെ പരിഗണിക്കാൻ പറ്റുക, പൊതുജനത്തിൽ എല്ലാവരെയും പരിഗണിക്കുക, പിന്നെ ബഹുമാനിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പൊതുവെ ഹ്യൂമൻ വാല്യൂസ് ആയിട്ട് എണ്ണപ്പെടാവുന്നതാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ വാല്യൂസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്. ഇത്രയും ഹ്യൂമൻ വാല്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എന്താണ് നമുക്ക് ബെനിഫിറ്റ്സ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഒരു ലോകം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ചോയ്സസിന് കൂടുതൽ ഗൈഡൻസ് നമുക്ക് ലഭിക്കും. പൊതുവെ അതിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രയോറിറ്റൈസേഷൻ. പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ഹ്യൂമൻ വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കും, നമ്മൾ അത്രയും ഹ്യൂമൻ വാല്യൂസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ, നമ്മുടെ നീഡുകളൊക്കെ നമുക്കൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏറ്റവും ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണോ അത് ആദ്യം നേടിയെടുക്കുക എന്നുള്ളത്. എന്നാൽ ചിലപ്പോ അതിനേക്കാളും മൂല്യമേറിയ ചില നീഡ്സ് നമുക്കുണ്ടാവും, പക്ഷെ അതിപ്പോ നമുക്ക് പ്രധാനമായിരിക്കില്ല. അപ്പോൾ ഉദാഹരണം, നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ആ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മളിപ്പം ചില ആളുകളൊക്കെ കാശ് നോക്കിയിട്ട് ഡ്രസ്സ് എടുക്കും, ചില ആളുകൾ മോഡൽ നോക്കിയിട്ട് ഡ്രസ്സ് എടുക്കും. അപ്പൊ അവിടെ ഒരു വ്യക്തിക്ക് ഏറ്റവും യോജിച്ചത് എന്താണോ, ഇപ്പൊ അവന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാണെന്നെങ്കിൽ അവന് ചെറിയ പൈസക്ക് നല്ല ക്വാളിറ്റി ഡ്രസ്സുകൾ എടുക്കാൻ വേണ്ടി നോക്കുക. ചില ആളുകളൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ മോഡേൺ സാധനങ്ങൾ, മോഡേൺ മെറ്റീരിയൽസിന് പരിഗണിക്കാറുണ്ട്. അവരവിടെ പൈസ നോക്കാറില്ല. അപ്പൊ അവിടെ അവൻ ജീവിച്ചു വന്ന ഹ്യൂമൻ വാല്യൂസ് എന്താണോ അവനക്ക് പഠിപ്പിച്ചു തന്നത്, ചിലപ്പോൾ പൈസ നോക്കാതെ നല്ല ഡ്രസ്സ് എടുക്കലായിരിക്കും, അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സുകൾ എടുക്കലായിരിക്കും. അപ്പൊ അവന്റെ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നല്ല മോഡേൺ ഡ്രസ്സുകൾ എടുക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ നീഡ്സിനെയും പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. അതുപോലെ തന്നെ എത്തിക്സ്, രണ്ടാമത്താണ് എത്തിക്സ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോറൽ കോമ്പസ്. നമുക്ക് മോറലി ദ ഹെൽപ്സ് ഡിസ്റ്റിംഗ്വിഷ് റൈറ്റ് ഫ്രം റോങ്. നമുക്ക് ഏതാണ് നല്ലത്, ഏതാണ് ചീത്തത് എന്ന് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് നല്ലതിനെ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനം. മൂന്നാമത്തായിട്ട് പറയുന്നത് സെറ്റിംഗ് ഗോൾസ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതമാണെങ്കിൽ നമുക്ക് ഒരു നൂല് പൊട്ടിയ പട്ടം പോലെ എന്നൊക്കെ പൊതുവെ പറയപ്പെടാറുണ്ടല്ലോ. മീൻസ് നമുക്ക് ഒരു നിയന്ത്രണമില്ല, നമുക്കൊരു ഗൈഡൻസ് ഇല്ല, നമുക്കൊരു പ്രത്യേക ആവശ്യമില്ല. കാറ്റ് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതിന്റെ കൂടെ പോവുക. കാറ്റ് വടക്കോട്ടാണെങ്കിൽ വടക്കോട്ട്, തെക്കോട്ടാണെങ്കിൽ തെക്കോട്ട് സഞ്ചരിക്കുക എന്നുള്ളത് ആണ് ഒരു നൂല് പൊട്ടിയ പട്ടത്തിന്റെ സ്വഭാവം. അതുപോലെ നമുക്ക് ഒരു ഗോൾ, നമുക്ക് ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാൻ PhD കംപ്ലീറ്റ് ആക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു 5 വർഷം കഴിയുമ്പോഴേക്ക് ഞാൻ സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യും എന്നുള്ള ഒരു ഗോൾ സെറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ആകെ സ്കാറ്റേർഡ് ആയിട്ട് നമ്മൾ എവിടെയൊക്കെയോ എത്തിപ്പെടുന്ന സ്ഥലമാണെങ്കിൽ, സ്പേസ് ആണെങ്കിൽ നമുക്ക് മേ ബി യോജിച്ചതായിട്ട് നമുക്ക് തോന്നില്ല. അപ്പൊ അവിടെ നമുക്ക് റിഗ്രഷൻ വരും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഹ്യൂമൻ വാല്യൂസ് കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാവും. നമുക്ക് ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്, വ്യത്യസ്തമായിട്ട് നമുക്ക് അങ്ങാടിയിൽ നിന്നും, നമുക്ക് വർക്ക് പ്ലേസിൽ നിന്നും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, നമ്മുടെ ഫാമിലിയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ഏത് റിലേഷൻഷിപ്പാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് സഹായകരമാവുന്നത്? അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് നമുക്ക് ആവശ്യമില്ല.
അപ്പം അൺവാണ്ടഡ് റിലേഷൻഷിപ്പ് ആണെന്ന ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പൊ റിലേഷൻഷിപ്പും നമുക്ക് പറ്റിയ നമ്മളോട് യോജിച്ച റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും തുടർത്തി കൊണ്ടുപോകാനും ഈ സെറ്റ് ഓഫ് വാല്യൂസ്, ഗുഡ് വാല്യൂസ് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പേഴ്സണൽ വെൽബീയിങ്, നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ലഭിക്കുന്ന നല്ലൊരു രുചി. നമ്മൾ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ വാല്യൂസിനോട് യോജിച്ചുകൊണ്ടായിരിക്കണം നമ്മളൊരു ആക്ഷൻസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂസിനോടൊക്കെ, നമ്മുടെ പോസിറ്റീവ് വാല്യൂസിനോട് യോജിച്ചുകൊണ്ട് നമ്മളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വല്ലാത്തൊരു പീസ്ഫുൾ മൈൻഡ്, നല്ലൊരു സന്തോഷം നമുക്ക് തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ വാല്യൂസിനോട്, പോസിറ്റീവ് വാല്യൂസിനോട് എതിരായിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ഗിൽറ്റി ഫീൽ, അതുപോലെ തന്നെ സ്ട്രെസ്, അതുപോലെ തന്നെ ഭയങ്കര റിഗ്രറ്റ് ഫീലിംഗ് ഒക്കെ നമുക്ക് തരുന്നു. അപ്പോ നമ്മുടെ വാല്യൂസ്, നമ്മുടെ അടുത്ത് സെറ്റ് ഓഫ് ഗുഡ് വാല്യൂസ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ലൈഫ്, അതുപോലെ തന്നെ പേഴ്സണൽ വെൽബീയിങ് നമുക്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ലോങ് ടേം തിങ്കിങ് നമുക്ക് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ചാടിയെടുത്ത് ഒരു തീരുമാനം എടുക്കുകയും അതിൽ നമുക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ അത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടും വല്ലാത്ത ടെൻഷനും നമുക്ക് തരുന്നു. അപ്പോ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മളൊരു ഡെസിഷൻ എടുക്കേണ്ടി വരുന്ന സമയത്ത് നമ്മളൊരു ഡെസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒരു ഷോർട്ട് ബെനിഫിറ്റ് അല്ല, നമുക്ക് അതുകൊണ്ട് ആ ഒരു ഡെസിഷനെ കൊണ്ട് ഷോർട്ട് ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പോ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇല്ലെങ്കിലും ഒരു 3 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ നമ്മളിലേക്ക് നമ്മൾ വിതച്ച വിത്തുകൾ നമുക്ക് തരുന്ന ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു മണി അരി കിട്ടി. ആ ഒരു അരി, അല്ലെങ്കിൽ 1 കിലോ അരി കിട്ടി. ആ ഒരു കിലോ അരി നമ്മളിപ്പം വിശന്നുകൊണ്ട് നമ്മളെ വിശപ്പ് അകറ്റാൻ വേണ്ടി നമ്മളിപ്പോ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നേരത്തെ വിശപ്പ് നമുക്ക് അകറ്റാം. പക്ഷെ ഒരു ലോങ് ടേം തിങ്കിങ് വാല്യൂ ഉള്ള ഒരു വ്യക്തി ആ ഒരു കിലോ അരിയെ ചിലപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു കിലോ അരിയെ നമ്മൾ ആ ഒരു കിലോ അരിയെ പാടത്ത് കൊണ്ടുപോയി വിതച്ച് ആ ഒരു കിലോ ഓരോ അരിമണിയും വളർന്നു വലുതായി ആ ഓരോ അരിമണിയിൽ നിന്നും 20ഉം 50ഉം 100ഉം അരിമണികൾ നമുക്ക് 10 മടങ്ങ് ലഭിക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലോങ് ടേം തിങ്കിങ് ആണ് ഇവിടെ പ്രതിഫലിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ നമുക്കൊരു തീരുമാനം എടുക്കുമ്പോൾ ലോങ് ടേം കൂടുതൽ അപ്പുറത്തേക്ക് ചിന്തിച്ച് ഭാവിയിൽ കൂടി നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മെ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് 5 പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ വാല്യൂസ്. 5 ഹ്യൂമൻ വാല്യൂസ് നമ്മൾ പൊതുവെ യൂണിവേഴ്സിറ്റി നമ്മൾ കണക്കാക്കപ്പെടാറുള്ള പ്രധാനപ്പെട്ട 5 പില്ലറുകൾ, തൂണുകൾ എന്നൊക്കെ പറയാം. അത് നമ്മുടെ കോർ വാല്യൂസ് ആണ്. നമ്മുടെ സൊസൈറ്റിയിൽ നമുക്കൊരു ബാലൻസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഒരു 5 വാല്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുമായി നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒന്ന് ട്രൂത്ത്, സത്യസന്ധത എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സത്യം ഇല്ലാതെ ഒരു കളവ് പറയാൻ മറ്റ് 100 കളവുകൾ പറഞ്ഞ് സ്ഥിരപ്പെടുത്തേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് വരുന്ന റിഗ്രറ്റ് ഫീലിംഗ് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ട്രൂത്ത് എന്നുള്ള സത്യസന്ധത നമ്മുടെ കോർ ഹ്യൂമൻ വാല്യൂസിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ലവ്, നമുക്ക് ഒരിക്കലും സ്നേഹമില്ലാതെ മറ്റുള്ളവരുടെ ഒരു സിമ്പതി, ഒരു അലിവ് തോന്നാതെ, അല്ലെങ്കിൽ അലിവ് എന്നുള്ളതല്ല സ്നേഹത്തിന്റെ അർത്ഥം. സ്നേഹം എന്നുള്ളത് അതൊരു പ്രത്യേക ഇമോഷൻ തന്നെയാണ്. അത് ഇല്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റില്ല.
കാരണം അതൊരു കോർ ഹ്യൂമൻ വാല്യൂസിൽ പെട്ടതാണ്. പീസ്, സമാധാനം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കലും ഇതിന്റെ രണ്ട് വശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പീസും ഒരു 5 പില്ലേഴ്സിൽ പെട്ടതാണ്. പിന്നെ നോൺ വയലൻസ്, നമുക്ക് നമ്മുടെ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച നോൺ വയലൻസ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കാതെ വയലൻസ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തോടും മറ്റുള്ളവരോടും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കോർ വാല്യൂ ആണ്. നമ്മുടെ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ശരീരം ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ദ്രോഹം തന്നെ മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യുക എന്നുള്ളതും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചുകൂടാ. അതുപോലെ തന്നെ റൈറ്റസ്നെസ്, കണ്ടക്ട്, ഒരു സത്യസന്ധമായിട്ടുള്ള സത്യത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പെരുമാറ്റം, അത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ വാല്യൂയിൽ പെട്ടതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ടിങ് ഇൻ എ വേ ദാറ്റ് ഈസ് അൺബയാസിസ്, റാഷണൽ ഓർ ഫെയർ. മറ്റുള്ള ഒരു ബയാസിസ് ഒന്നും കൂടാതെ നമുക്ക് ഓരോ വ്യക്തിയെയും വ്യക്തിയായിട്ട് തന്നെ കണ്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവസാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹ്യൂമൻ വാല്യൂസ് എന്തുകൊണ്ട് റെലവെന്റ് ആണ്. ഹ്യൂമൻ വാല്യൂസ് ഉള്ള ഒരാള് ഒരു മനുഷ്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു പച്ചയായ മനുഷ്യൻ എന്ന് പറയാറില്ലേ ചില ആളുകളെ പറ്റി. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ പഠിച്ചു വന്ന, മനസ്സിലാക്കി നേടിയെടുത്ത ചില സെറ്റ് ഓഫ് ഹ്യൂമൻ വാല്യൂസ് അവർക്കുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നു എന്ന് നമുക്ക് ഹ്യൂമൻ വാല്യൂസ് ഉള്ള ഒരാളെ പറ്റി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒന്നാണ് ബെറ്റർ ഡെസിഷൻസ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ബെറ്റർ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. നമ്മുടെ സ്വന്തം കാര്യത്തിലാണെങ്കിലും, നമ്മുടെ ഫാമിലിയുടെ കാര്യത്തിലാണെങ്കിലും, നമ്മുടെ സൊസൈറ്റിയുടെ കാര്യത്തിലാണെങ്കിലും. ഇപ്പൊ നാട്ടിലേക്ക് ഒരു റോഡ് വരുന്ന സമയത്ത് ആ റോഡ് ഏതിലൂടെയൊക്കെ ആയിരിക്കണം, എങ്ങനെയായിരിക്കണം, എത്ര വീതിയിലായിരിക്കണം എന്നുള്ള ഒരു നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നല്ല ഹ്യൂമൻ വാല്യൂസ് ഉള്ള ഒരു വ്യക്തിക്ക് സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഹാർമണി, നമുക്ക് പൊതുവെ നമ്മളോടുള്ള സ്നേഹം പോലെ തന്നെ മറ്റുള്ളവരോടും ഐക്യം കാണിക്കലും അവരുടെ വാല്യൂസ് ഒക്കെ അംഗീകരിക്കലും ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോകലൊക്കെ ഇതിന്റെ ഒരു ഹ്യൂമൻ വാല്യൂസ് ഉള്ള ഒരാൾക്ക് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ സഹായിക്കുന്നതാണ്. അതായത് ഹ്യൂമൻ വാല്യൂസിന്റെ റെലവെന്റ് ആണ്. പേഴ്സണൽ ഗ്രോത്ത്, നമ്മളെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഹ്യൂമൻ വാല്യൂസ് ഉള്ള ഒരാൾക്ക് മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് തന്നെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് അത് കൂടുതൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡന്റിറ്റി ആൻഡ് വെൽബീയിങ്, നമുക്ക് നമ്മുടെ വാല്യൂസ് നമുക്ക് നമ്മോടും മറ്റുള്ളവരോടും നമ്മുടെ ഐഡന്റിറ്റി, സത്യം പറയുന്ന ആളാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇദ്ദേഹം ഒരു സർക്കാർ എംപ്ലോയി ആണെങ്കിൽ ഒരു കറക്ഷൻ ഇല്ലാതെ സത്യസന്ധമായിട്ട് സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻസ്, റെലവൻസ് ഓഫ് ഹ്യൂമൻ വാല്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ കീഴിൽ, ഈ ഒരു യൂണിറ്റിന്റെ കീഴിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലിപ്പം പെട്ടെന്ന് നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഹ്യൂമൻ വാല്യൂസിന്റെ ഡെഫിനിഷൻ എന്താന്ന് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിന്റെ ഒറിജിൻസ്, അതിന്റെ ഫോർമേഷൻ, എങ്ങനെയൊക്കെയാണ് അത് ഹ്യൂമൻ വാല്യൂസ് ഉണ്ടായി വന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ വാല്യൂസ്, ബുദ്ധിസ്റ്റ് വാല്യൂസ്, അതുപോലെ തന്നെ 5 പില്ലേഴ്സ് ഓഫ് കോർ വാല്യൂസ് ഏതൊക്കെയാണ്? ട്രൂത്ത് ആണ്, ലവ്, പീസ്, നോൺ വയലൻസ്, റൈറ്റസ് കണ്ടക്ട്. ഈ 5 കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ കീഴിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ട്രൂത്ത്, ഹ്യൂമൻ വാല്യൂസ് ഉണ്ടെങ്കിലുള്ള ഇമ്പാക്റ്റ്, അത് നമ്മളിപ്പം മേലെ ചർച്ച ചെയ്തു. ഈ സ്കെയിൽ കാണുന്ന ഈ 5 കാര്യങ്ങളാണ് അതിന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ റെലവൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.
നമുക്ക് ഇല്ലെങ്കിൽ ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ഹനീഫ് സർ, ഓക്കെ, ശരി, നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ലീവ് ചെയ്യാവുന്നതാണ്.